ശ്രീ അരുൺകുമാർ, ഞങ്ങൾ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പണം കൊടുത്തിട്ടാണ് ഫ്ലെക്സ് വെച്ചേ, അല്ലാതെ സർക്കാരിന്റെ പണം എടുത്ത് എന്റെയും ഈ നാട്ടുകാരുടെയും നികുതി പണം എടുത്ത് കക്കുകയല്ല ചെയ്തത്. നാട് നീളം പിരിച്ച് സർക്കാരിന്റെ പണം എടുത്ത് കക്കുക, മുക്കുക, നക്കുക എന്നുള്ള ഒരു അധ്യാപകമായിട്ട് മുദ്രാവാക്യമായിട്ടല്ല ഞങ്ങൾ പോണേ. ഈ നാട്ടിലെ ഏത് KSRTC ബസ് എടുത്താൽ നമുക്കിപ്പോ സഖാവ് പിണറായി വിജയന്റെ തല തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വളരെ മര്യാദപരമായി സൗഹാർദ്ദപരമായി ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകാം. അങ്ങയുടെ അജണ്ട നടപ്പാക്കാനാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് സഹകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ഉത്തരം, ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, എന്റെ വാചകങ്ങൾക്ക് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, എന്റെ പാർട്ടി നിയോഗിച്ച പ്രകാരം ഞാൻ വന്നതാണ്. അങ്ങയുടെ മനസ്സിലിരിപ്പ് പറയാൻ വന്നതല്ല ഞാൻ. കുമാർ, ഇപ്പോൾ സർക്കാരിന്റെ പണമെടുത്ത്, സർക്കാർ ഖജനാവിൽ നിന്നും പണം എടുത്തുകൊണ്ട് മൂന്നാമൂഴത്തിനായി, പ്രചാരണത്തിനായി അതിന്റെ സർവേ തയ്യാറാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു. അതിന്റെ ശബ്ദരേഖയാണെന്ന് പുറത്തു വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ശബ്ദരേഖ. എന്താണ് പ്രതികരണം? ഓ, ഏമാനായിരുന്നോ? സലാമുണ്ട്. ഈ ശബ്ദരേഖ പുറത്തു കൊണ്ടുവന്ന ചാനൽ പോലും ഒരു വൈകുന്നേരത്തെ പ്രൈം ന്യൂസ് ടൈം അതിനുവേണ്ടി മാറ്റിവെക്കുന്നില്ല. അവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വലിയ കൊട്ടിഘോഷിച്ച് 1-2 മണിക്കൂർ വാർത്തയാക്കി എന്നല്ലാതെ അത് പൊതുസമൂഹത്തിൽ വളരെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണെന്നും അതിന്റെ ഉള്ളടക്കമാണ് പുറത്തു കൊണ്ടുവന്നതെന്നും എല്ലാം ജനങ്ങൾക്ക് ബോധ്യമായി എന്നതാണ് ആദ്യം പറയാനുള്ളത്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. ഇപ്പോ കുറെ വർഷങ്ങളായി മൂന്നാം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് PR വർക്ക് നടത്തുന്നു എന്ന രൂപത്തിലൊക്കെ പ്രചരണം നടത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്ന് കേട്ട അവരുടെ നിർദ്ദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് 2016 600 കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേട്ട് ഞാൻ മടുത്തു. ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് പോകണം. ഒരു 50 വർഷത്തിന് ശേഷമുള്ള കേരളത്തെക്കുറിച്ച് വിഭാവനം ചെയ്യണം. അതിന് ഏറ്റവും കൂടുതൽ നിർദ്ദേശങ്ങൾ തരാൻ കഴിവുള്ളത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഓരോ വീടുകളും കയറി ഇറങ്ങണം, ജനങ്ങളോട് അഭിപ്രായം ചോദിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് കയറി അഭിപ്രായം ചോദിച്ച് ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ പോലും ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സർവേ പ്ലാൻ ചെയ്തത്. നിങ്ങൾക്ക് തുടർ ഭരണത്തിന് സർവേ നടത്താം, ഒരു തടസ്സവുമില്ല. പാർട്ടിക്ക് സ്വന്തം നിലയ്ക്ക് നടത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാം, ഒരു തടസ്സവുമില്ല. പാർട്ടിക്ക് സ്വന്തം നിലയ്ക്ക് പാർട്ടി ഫണ്ട് എടുത്ത്, പാർട്ടി പൈസ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ സർക്കാർ ഖജനാവിൽ നിന്നും 20 കോടി എടുത്ത് നിങ്ങൾ ഒരു സർവേ നടത്തുന്നത് പാർട്ടിക്ക് തുടർ ഭരണത്തിനാണ്. പാർട്ടിക്ക് തുടർ ഭരണത്തിനാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സംഭാഷണം പുറത്തു വരുമ്പോൾ അതൊരു പുതിയ കാര്യമല്ല എന്ന് അങ്ങ് അതിനെ ലഘൂകരിക്കുമ്പോൾ, ഇന്നലെ കോടതി അത് റദ്ദാക്കിയെന്ന് ഓർക്കണം. അത് റദ്ദാക്കിയത് എന്തുകൊണ്ടാണെന്ന് ഓർക്കണം. അത് റദ്ദാക്കിയ ശേഷം ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്ത പാർട്ടി അണികളെയല്ല, അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ ജീവനക്കാർ. അവരെന്തിനാ തുടർ ഭരണത്തിന് സർവേ നടത്തണം? അവരെന്തിനാ ഈ പിണറായി സർക്കാരിന് വേണ്ടി സർവേ നടത്തണം? അപ്പോൾ സർക്കാർ എങ്ങനെയാണ് സർക്കാർ ജീവനക്കാർ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സർവേക്ക് പോവുക? ഇത് രണ്ടും രണ്ടാണ്. പാർട്ടി നടത്തുന്ന സർവേയും സർക്കാർ നടത്തുന്ന സർവേയും നിങ്ങൾ ഒരുമിപ്പിച്ച് അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ ലോക്സഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച വിജയം ഉണ്ടായില്ല. ഞങ്ങൾ കഴിഞ്ഞ ജനുവരി മാസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ മുഴുവൻ ഭവന സന്ദർശനം നടത്താൻ തീരുമാനിച്ചു. 22 ആയപ്പോഴും അത് ഭവന സന്ദർശനം പൂർത്തിയായില്ല. ചില വീട്ടിൽ 1 മണിക്കൂറിലധികം കേന്ദ്രീകരിക്കേണ്ടി വന്നു. അത് ഞങ്ങൾ 30-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തു. വീണ്ടും ഫെബ്രുവരി 10 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് മുഴുവൻ വീടുകളും കയറി ഇറങ്ങി. അത് നടത്തിയ സർവേ പാർട്ടി നടത്തിയ സർവേയാണ്. ഇപ്പോൾ ഹൈക്കോടതി ഇന്നലെ ഇടപെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ SLP ആയിട്ട് പെൻഡിംഗ് നിൽക്കുന്നത് പാർട്ടി നടത്തുന്ന സർവേ. പാർട്ടി വേറെ സർവേ നടത്തിയിട്ടുണ്ട്, അതിൽ തർക്കവുമില്ല. അഡ്വക്കേറ്റ് K. സെൻകുമാർ, തർക്കമില്ല. ഈ സർവേക്ക് കേഡർമാരെ ഇറക്കണം, അതായത് സർക്കാർ പരിപാടിക്ക് കേഡർമാരെ ഇറക്കണമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്തിനാ? മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ അങ്ങ് കേൾക്കുകയാണല്ലോ. 2 കാര്യങ്ങളെ ഒന്നായി അങ്ങ് പറയേണ്ടതില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തു പറയണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. 2 സർവേയും രണ്ടും രണ്ടാണ്. ഒരാളെയും തെറ്റിദ്ധരിപ്പിക്കാൻ CPM പ്രതീതി എന്ന രൂപത്തിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അത് പറയുകയില്ല. എന്തായിരുന്നു രണ്ടാമത്തെ ഇപ്പൊ പറഞ്ഞ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ സർവേയുടെ ലക്ഷ്യം? ആ സാമൂഹ്യ സുരക്ഷാ പോർട്ടലിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യണം. സ്മൃതി പരുത്തിക്കാടിന് വേണമെങ്കിലും അതിൽ പേര് രജിസ്റ്റർ ചെയ്യാം. ഇത് പ്രത്യേക പോർട്ടലൊന്നും അല്ലല്ലോ. പ്രത്യേക പോർട്ടലായിരുന്നു. ഓഖി പ്രളയം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ തയ്യാറാക്കിയ പോർട്ടലായിരുന്നു. അതൊരു വിജ്ഞാപനമില്ലാതെ ഇതിനായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. പിന്നെ നാണക്കെടുത്തി. ചർച്ച സൗഹൃദത്തിൽ പോകണം. ഈ ചർച്ച സൗഹൃദത്തിൽ പോകണം എന്നതാണ് എന്റെ ആഗ്രഹം. ഈ ചർച്ച സൗഹൃദത്തിൽ പോകണം എന്ന് തന്നെയാണ്. അതായത് അങ്ങ് എത്ര ചോദ്യം ചോദിച്ചാലും 1 മണിക്കൂർ താങ്കളുടെ മുന്നിൽ ഇരുന്ന് ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്റെ ഉത്തരത്തിന്റെ ഉദ്ദേശശുദ്ധിയെ തകർക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെൻഷൻ നടത്തരുത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ എനിക്ക് ചോദ്യമുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് ചോദിക്കേണ്ടി വരും. അങ്ങേക്ക് സമയം ആവശ്യത്തിന് തരും. ഇടയ്ക്ക് ചോദ്യമുണ്ടെങ്കിൽ അതിൽ ചോദിച്ചല്ലേ പോവുക. അങ്ങ് ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ പോകണമെന്നേ. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവനാലും പാക്കും. പക്ഷേ അങ്ങ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് മാത്രം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിവിടെ കോടതി റദ്ദാക്കിയ ഒരു സർവേയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അല്ല, വളരെ മര്യാദപരമായി സൗഹാർദ്ദപരമായി ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകാം. അങ്ങയുടെ അജണ്ട നടപ്പാക്കാനാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് സഹകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ഉത്തരം, ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, എന്റെ വാചകങ്ങൾക്ക് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, എന്റെ പാർട്ടി നിയോഗിച്ച പ്രകാരം ഞാൻ വന്നതാണ്. അങ്ങയുടെ മനസ്സിലിരിപ്പ് പറയാൻ വന്നതല്ല ഞാൻ. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ.
കുറെ സമയമായിട്ട് കളിയാക്കണ്. അതുകൊണ്ട് കേൾക്കാൻ താങ്കൾക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഞാൻ ചർച്ചയിൽ തുടരാം. അല്ലെങ്കിൽ താങ്കൾക്ക് കൃത്യമായിട്ട് ഉത്തരം, അത് താങ്കൾ ഇഷ്ടപ്പെടുന്ന ഉത്തരം പറയാനുള്ളവരും അപ്പുറത്തുണ്ടാകും, അത് ചോദിച്ചാൽ മതി. കൃത്യമായി പറയുന്നു, 2020 ഉള്ള പോർട്ടലിലേക്ക് ആർക്കു വേണമെങ്കിലും കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും പേര് രജിസ്റ്റർ ചെയ്യാൻ, സന്നദ്ധ പ്രവർത്തനം നടത്താൻ, ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ പ്രവർത്തനം നടത്താൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. അവർക്കാണ് ട്രെയിനിങ് കൊടുത്തത്. തുടർ ഭരണം ഉണ്ടായാലേ കാര്യങ്ങൾ പുരോഗമനം ഉണ്ടാകും, വികസനം മുന്നോട്ട് പോകൂ. ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല. നിങ്ങൾ അത് ക്ഷമയോടെ അവർക്ക് പറയാനുള്ളത് കേട്ട് അവരെ ബോധ്യപ്പെടുത്തണം. ഇത് പറയാനാണ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തത്. എന്നിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് 20 കോടി എടുത്ത് നിങ്ങൾക്ക് മൂന്നാം ഊഴത്തിന് വേണ്ടി നിങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്ത് സർവേ നടത്തുന്നു അല്ലേ? എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ. അതായത് ഇങ്ങനെ ഒരു സർവേ ഇവർ LDF നടത്തുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പൊന്നുമില്ല. അതിപ്പോൾ LDFന്റെ പണം എടുത്ത് അവര് പണം പിരിച്ചോ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പണം എടുത്തോ ഒക്കെ അവർ നടത്തുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു വിയോജിപ്പില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പണം എവിടെ നിന്നാണ് വരുന്നത്? ഇത് സർക്കാർ ഖജനാവിൽ നിന്നാണ് വരുന്നത്. എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് 20 കോടി രൂപയുടെ ഹെഡ് തന്നെ കിടക്കുന്നത് സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്നുള്ള ഹെഡിലാണ്. 20 കോടി രൂപയുടെ ഹെഡ് തന്നെ കിടക്കുന്നത്. ആ ഹെഡ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ട്. രണ്ട്, ഈ പോർട്ടലുമായി ബന്ധപ്പെട്ട് ശ്രീ അരുൺകുമാർ പറഞ്ഞതിന് ഹൈക്കോടതി വളരെ കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. ഇപ്പോൾ 2020 പോലെ ആ പോർട്ടൽ രൂപീകരിച്ച സമയത്തെ പ്രത്യേകമായ സാഹചര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പറഞ്ഞാൽ ഇത് വ്യക്തമായിട്ടും ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ ആയിരുന്നു എന്നുള്ളത് ഹൈക്കോടതി വളരെ കൃത്യമായി ആ ഓർഡറിലൂടെ പറഞ്ഞിരിക്കുകയാണ്. രണ്ട്, ഇത് രാഷ്ട്രീയ ക്യാമ്പയിൻ ആണ് എന്ന് പറയാൻ കാരണം എന്താ? കാരണം ഈ ഉത്തരവ് വരുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഈ പണി ചെയ്യേണ്ടത് ആരാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയാണ്. LDFന്റെ ആളുകൾ വേണം ചെയ്യാൻ, LDFുമായി അനുഭാവമുള്ളവർ വേണം ഇത് ചെയ്യാൻ, അങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വേണം ഇത് ചെയ്യാൻ. ഇത് വളരെ കൃത്യമായി സർക്കുലറിലൂടെ പുറത്തു വന്ന കാര്യമാണ്. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം വരുന്നത് എന്താ? ഇത് തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാണ്. തുടർഭരണം വേണമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം. തുടർഭരണം വേണമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണമെങ്കിൽ അത് രാഷ്ട്രീയ ക്യാമ്പയിനാണ്. അതിന് രാഷ്ട്രീയപരമായി LDF പണം കൊടുക്കണം. അല്ലാതെ ഞാനും സ്മൃതിയും അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരനും ഒക്കെ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് LDFന് രാഷ്ട്രീയ ക്യാമ്പയിൻ ഒരുക്കാനുള്ള വഴി ഉണ്ടാക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊരു PR തന്ത്രമായിരുന്നുവെന്നും ഈ PR തന്ത്രം പാളി എന്നുള്ളത് നമ്മൾ പറയാനുള്ള കാരണം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. ഇത് കുറെ കാലമായി. ഇത് ഏതെങ്കിലും ഒരു നവകേരള സർവേയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ. കാരണം ഇന്ന് ഈ നാട്ടിലൂടെ പോയാൽ മുഴുവൻ ഹോർഡിങ്ങുകൾ എന്താണ്? ഈ വലിയ ഹോർഡിങ്ങുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? സഖാവ് പിണറായി വിജയന്റെ വലിയ മുഖം, സർക്കാരിന്റെ വലിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നമുക്കൊന്നായി തുടരണമെന്നാണ് പറയുന്നത്. നമുക്കൊന്നായി തുടരണം എന്നുള്ളത് ആരുടെ ക്യാമ്പയിനാണ്? ഇവരുടെ രാഷ്ട്രീയ ക്യാമ്പയിനാണ്. ആ രാഷ്ട്രീയ ക്യാമ്പയിന് വേണ്ടി ഈ നാട്ടിലെ ഹോർഡിങ്ങുകൾക്ക് വേണ്ടി പണം മുടക്കിയിരിക്കുന്നത് എന്റെ നിങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ്. ഈ നാട്ടിലെ ഏത് KSRTC ബസ് എടുത്താൽ നമുക്കിപ്പോ സഖാവ് പിണറായി വിജയന്റെ തല തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ സാർ കൂടുതൽ നന്നായി പോയി. ഈ KSRTC ബസ്സുകളിലെ ക്യാമ്പയിൻ എന്താണ്? അതും ഇത് തന്നെയാണ്, രാഷ്ട്രീയ ക്യാമ്പയിനാണ്. 3, ഈ നാട്ടിലെ മുഖ്യധാരാ ചാനലുകളിലെ സീരിയലുകളിൽ പോലും എന്തൊക്കെയാണ് സീരിയലുകളിൽ പോലും പണം മുടക്കിക്കൊണ്ട് വളരെ വളരെ യാദർശികമായി വന്നവണ്ണം ഈ സർക്കാരിനെ അങ്ങ് പ്രകീർത്തിക്കാൻ കുറെ സിനിമാ നടിമാരും കുറെ സീരിയൽ നടിമാരും അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ PR ആണ് എന്ന് മനസ്സിലാക്കാൻ പാകത്തിൽ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഇത് അരിയാഹാരമാണ് കഴിക്കുന്നതെന്ന് CPMന്റെ ആളുകൾ മനസ്സിലാക്കിയാൽ നന്നാണ്. ഇതൊക്കെ ഇവന്റെ അടവല്ലേ. ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഈ സർക്കാരിന്റെ മുഖം വികൃതമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. എത്രമാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് സ്മൃതി, ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കേരളത്തിലെ മുഖ്യധാരാ ചാനലുകൾക്ക് കോൺക്ലേവ് കൊടുക്കുന്നു. സർക്കാർ പണം മുടക്കിയല്ലേ, PR-ന്റെ ഭാഗമല്ലേ. പല കോൺക്ലേവുകളും ഇപ്പൊ നടന്നല്ലോ. അത് പല മുഖ്യധാരാ ചാനലുകളും അതിന്റെ ടൈപ്പ് ആയിരുന്നല്ലോ. സർക്കാർ പണം കൊടുത്ത് കോൺക്ലേവ് നടത്തി ഈ നാട്ടിലെ ഭരണ നേട്ടങ്ങൾ പറയാനെന്ന വണ്ണം ഭരണത്തിന്റെ വലിയ രീതിയിലുള്ള പരാജയം മറച്ചു പിടിക്കുകയല്ലേ ചെയ്തത്. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. നാട്ടിൽ നിന്ന് പിരിക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് എന്തിനാ കണക്ക് ബോധിപ്പിക്കേണ്ടത്? അതിന്റെ കയ്യിൽ പാർട്ടിയുടെ കയ്യിൽ കണക്കുണ്ട് എന്നൊരു വാദം എനിക്കില്ല. കാരണം എനിക്ക് പാവപ്പെട്ട രക്തസാക്ഷികളുടെ കുടുംബത്തെ പറ്റിച്ച്, പാവപ്പെട്ട രക്തസാക്ഷിയെ പറ്റിച്ചുണ്ടാക്കിയ ഫണ്ടിൽ നിന്ന് കട്ടുമുടിച്ച് അതിൽ നിന്ന് കക്കുക, നക്കുക, മുക്കുക എന്നുള്ളൊരു നിലപാടുള്ള CPMനെ പോലുള്ള ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അത് ആദ്യം മനസ്സിലാക്കൂ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വയനാട് പ്രൊജക്ടിന് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തതിന്റെ ടെൻഡർ നടപടികളൊന്ന് പുറത്തുവിടാൻ ഞാൻ അരുൺകുമാറിനെ വെല്ലുവിളിക്കുകയാണ്. 300 കോടി രൂപയുടെ പദ്ധതിയാണ്, 299 കോടി രൂപയുടെ പദ്ധതി. ആ പദ്ധതി 150 കോടി രൂപ താഴെ വീഴുന്ന ആ പദ്ധതി ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന CPM സ്ഥാപനത്തിന് 300 കോടി രൂപയ്ക്ക് കക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഇപ്പൊ CPM കൊടുത്ത പണമൊക്കെ അതിന്റെ ഇരട്ടിയായി അക്കൗണ്ടിൽ CPM അക്കൗണ്ട് വഴി തന്നെ പുറത്തു വരാൻ പോവുകയാണല്ലോ. അത് മാത്രമല്ല സ്മൃതി, ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ നാട്ടിൽ നടക്കുന്ന PR വർക്കുകളുടെ മറ്റൊരു രഹസ്യമുണ്ട്. ഈ നാട്ടിൽ ഏത് കോൺക്ലേവ് നടന്നാലും അതിന്റെ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് ഊരാളുങ്ങളുടെ സബ്സിഡറി കമ്പനിയാണ്. ഈ നാട്ടിൽ അയ്യപ്പ സംഘം നടത്തിയാൽ അതിന്റെ ഇവന്റ് മാനേജ് ചെയ്യുന്നത് ഊരാളുങ്ങളുടെ സബ്സിഡറി കമ്പനിയാണ്. ഈ നാട്ടിൽ എന്ത്
നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ഏത് കോൺക്ലേവും അത് ഊരാളുങ്കലിന്റെ സബ്സിഡറി കമ്പനി ടെൻഡർ ഇല്ലാതെയാണ് ആ ഇവന്റ് മാനേജ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നമ്മളെ പറ്റിച്ച് കക്കുക മാത്രമല്ല ആ കട്ടപണം CPM എടുക്കുക കൂടിയാണ് എന്നുള്ളതാണ്. ഊരാളുങ്കൽ വഴി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണം മുഴുവൻ അടിച്ചു മാറ്റുമല്ലേ. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ഇനി ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, ക്ഷേമനിധി 1.25 കൊല്ലമായി കെട്ടിട ക്ഷേമനിധി ഇവിടെ മുടങ്ങിക്കിടക്കുക കുടിശ്ശികയായിട്ട്. ഇവർക്ക് നാണമാവില്ല. ഈ 20 കോടി രൂപയൊന്നും വേണ്ടല്ലോ അതൊന്ന് കൊടുത്തു തീർക്കാൻ. ആ 20 കോടി രൂപയുടെ പകുതി കൊടുത്താൽ ആ കെട്ടിട ക്ഷേമനിധി 16 മാസമായി മുടങ്ങിക്കിടക്കുന്ന ആ കെട്ടിട ക്ഷേമനിധി കൊടുക്കാലോ. എന്നിട്ട് അതുപോലും കൊടുക്കാതെ ഈ നാട്ടിൽ വലിയ ഫ്ലെക്സുകൾ വെച്ച് ശ്രീ അരുൺകുമാർ ഞങ്ങൾ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പണം കൊടുത്തിട്ടാ ഫ്ലെക്സ് വെച്ചേ, അല്ലാതെ സർക്കാരിന്റെ പണം എടുത്ത് എന്റെയും ഈ നാട്ടുകാരുടെയും നികുതി പണം എടുത്ത് കക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ ഫ്ലെക്സ് വെച്ചു പുതിയ യാത്രയ്ക്ക്. ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഡൊണേഷൻ മേടിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കാർ ഉണ്ടാക്കിയ ഫ്ലെക്സാ, അല്ലാതെ നാട് നീളം പിരിച്ച് സർക്കാരിന്റെ പണം എടുത്ത് കക്കുക മുക്കുക നക്കുക എന്നുള്ള ഒരു അധ്യാപകമായിട്ട് മുദ്രാവാക്യമായിട്ടല്ല ഞങ്ങൾ പോണേ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.